പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഉദയം എന്ന പേരിൽ നമ്മളൊരു പുതിയ പരമ്പര ഈ ചാനലിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞ കഥകളിലൂടെ വിരിയുന്ന ദൈവരാജ്യം അഥവാ ദൈവരാജ്യത്തിൻ്റെ ഉദയം യേശു കഥകളിലൂടെ എപ്രകാരം പ്രകടമാക്കുന്നു, അവതരിപ്പിക്കുന്നു, ഇതാണ് നമ്മൾ ഈ പരമ്പരയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുഖ്യമായും യേശു പറഞ്ഞ ഉപമകൾ അപഗ്രഥിക്കുകയായിരിക്കും. യേശു പറഞ്ഞ പ്രധാനപ്പെട്ട ഉപമകൾ ഒന്നൊന്നായി നമ്മളെടുത്ത് പഠിക്കും. പക്ഷേ അതിന് ആമുഖമായി ഉപമകളെക്കുറിച്ചും ഉപമകൾ പറഞ്ഞ സാഹചര്യത്തെക്കുറിച്ചും 2-3 പ്രഭാഷണങ്ങൾ ആമുഖമായി നമ്മൾ നൽകുന്നതാണ്. ഇത് ഇപ്രകാരമുള്ള 3ാമത്തെ ആമുഖ പ്രഭാഷണമാണ് ഉപമകളെക്കുറിച്ച്. നമുക്ക് ബൈബിളിൽ നിന്നൊരു ഭാഗം വായിച്ചുകൊണ്ട് ഈ പ്രഭാഷണം, ഈ ധ്യാനം ആരംഭിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 4, 30 മുതൽ 34 വരെ. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും? അതൊരു കടുകുമണിക്ക് സദൃശമാണ്. നിലത്തു പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ്. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിന് തണലിൽ ചേക്കേറാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കഥകളിൽ ഒരു ചെറിയ കഥയാണ് ഇവിടെ വായിച്ചത്. ഒരു ഉപമ ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യത്തെ എന്തിനോട് ഞാൻ താരതമ്യപ്പെടുത്തും? ഇതാണ് യേശുവിൻ്റെ ചോദ്യം. എങ്ങനെയാണ് മനുഷ്യഹൃദയത്തിലേക്ക് ഈ ദൈവരാജ്യമെന്ന ആശയം കൊണ്ടുവരാൻ സാധിക്കുക? എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത്രയോ നിഗൂഢമായിരിക്കുന്ന ഒന്നാണെന്ന് തോന്നും ദൈവരാജ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്നാണല്ലോ അർത്ഥം, ധ്വനി. പക്ഷേ അടുത്ത വാക്യം, ഉപമകളിലൂടെയല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു. ഇവിടെ എന്തോ ഒരു ചെറിയ അപാകത പോലെ തോന്നുന്നില്ലേ? അവർക്ക് മനസ്സിലാകും വിധം എല്ലാം ഉപമകളിലൂടെ സംസാരിച്ചു, അതേസമയം രഹസ്യമായി ശിഷ്യന്മാർക്ക് എല്ലാം വിശദീകരിച്ചു കൊടുത്തു. അപ്പോഴീ ഉപമകൾക്കൊരു വിശദീകരണം ആവശ്യമുണ്ട്. അതെല്ലാവർക്കും കിട്ടുന്നുമില്ല. ഉപമകളിലൂടെ എല്ലാം പ്രകടമാകുന്നത്, അവതരിപ്പിക്കപ്പെടുന്നത് ദൈവരാജ്യമാണ്, ദൈവരാജ്യത്തിൻ്റെ ഉദയമാണ്. അപ്പോഴെന്താണ് ഈ ദൈവരാജ്യം എന്ന കാര്യം അനേകം കഥകളിലൂടെ പറയുന്നെങ്കിലും കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ ഇന്നുപോലെ ആയിപ്പോകുന്നു ഉപമ കേൾക്കുന്നവർ. ഇവിടെ ദൈവരാജ്യം എന്ന പ്രമേയമാണ് അവതരിപ്പിക്കുക. എന്താണ് ദൈവരാജ്യം എന്ന് ഒരിക്കലും ഒരു നിർവചനമായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുകയില്ല. വിശുദ്ധ പൗലോസാണ് അവസാനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന ഒരു നിർവചനം കൊടുക്കുക. അപ്രകാരം ഒരു നിർവചനം പരിമിതപ്പെടുത്തുന്നതാണ്. തന്നെ അങ്ങനെയുള്ളൊന്നും സുവിശേഷത്തിൽ കാണുകയുമില്ല. യേശു എല്ലാം കഥകളിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു. ദൈവരാജ്യം അതുപോലെയാണ്, ഇതുപോലെയാണ്, അങ്ങനെയാണ് ഒക്കെ. അപ്പോൾ ദൈവരാജ്യം എന്ന ആശയം, ദൈവരാജ്യം എന്ന യാഥാർത്ഥ്യം പഴയ നിയമത്തിൽ തന്നെ വരുന്നതാണ്. ഏതെങ്കിലും പ്രത്യേക രാജ്യത്തെക്കുറിച്ചോ പ്രത്യേക ദേശവിഭാഗത്തെക്കുറിച്ചോ അല്ല പറയുക. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം എന്നതിനേക്കാൾ കൂടുതൽ ഒരു അവസ്ഥ എന്നാണ്. കിങ്ഡം ഓഫ് ഗാഡ്, മൽക്കൂത്ത് യാഹ്വേ, മൽക്കൂസ് യാഹ്വേ എന്ന് പറയും. ദൈവത്തിൻ്റെ രാജ്യം. അത് മത്തായിലേക്ക് വരുമ്പോഴേക്കും ദൈവത്തിന് പറയും സ്വർഗരാജ്യം എന്ന് പറയും. പക്ഷേ രാജ്യമെന്ന് കേൾക്കുമ്പോൾ ഭാരത രാജ്യം പോലെയോ പാകിസ്ഥാൻ രാജ്യം പോലെയോ സിലോൺ രാജ്യം പോലെയോ ഒരു പ്രത്യേക ദേശപരിധിക്കുള്ളിലുള്ളതാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതല്ല. ദൈവരാജ്യം എന്നതൊരു ആശയമാണ്, ഒരു യാഥാർത്ഥ്യമാണ്, ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയുടെ സവിശേഷത ദൈവം രാജാവായി ഭരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്വം, കിങ്ഡം ഓഫ് ഗാഡ് എന്ന് പകരം കിങ്ഷിപ്പ് ഓഫ് ഗാഡ്, ദൈവരാജ്യം എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ രാജ്യത്വം എന്നാണ് കുറച്ചുകൂടി അർത്ഥവത്തായി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുക. പക്ഷേ അങ്ങനെയല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യം എന്നാണ്. അപ്പോൾ എന്താണ് ഈ ദൈവരാജ്യം? എവിടെയാണ് ഇതിനെക്കുറിച്ചുള്ള തുടക്കം? എങ്ങനെയാണ് ഇതിൻ്റെ ഈ ആശയത്തിൻ്റെ വളർച്ച? ചുരുക്കമായിട്ട് അത് നമ്മളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുകയാണ്. പഴയ നിയമത്തിലൂടെ കടന്നു പോകാം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും വിവരണങ്ങളും ഒക്കെ ആരംഭിക്കുന്നത്
ഒരുപക്ഷേ അബ്രാഹത്തിൻ്റെ വിളിയിലാണ്. അബ്രാഹത്തെ വിളിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന വാഗ്ദാനങ്ങളുണ്ട്. 7 വാഗ്ദാനങ്ങളായിട്ടാണ് ആദ്യം കൊടുക്കുന്നത്. എല്ലാം കൂടി 3 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളായി നമുക്ക് സമാഹരിക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ വാഗ്ദാനം കാണും. പിന്നീട് 13, 14, 15 അധ്യായങ്ങളിലൊക്കെ ആവർത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3ആണ്. നിന്നെ ഞാൻ ഒരു വലിയ ജനതയുടെ പിതാവാക്കും. നിന്നിലൂടെ ഒരു വലിയ ജനതയുണ്ടാകും. നിനക്ക് സ്വന്തമായി ഞാനൊരു ദേശം തരും, വാഗ്ദത്ത ഭൂമി. നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും. ഇതാണ് അബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനം. അപ്പം നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും, അഥവാ ഞാൻ നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളെയും അനുഗ്രഹിക്കും. ഇങ്ങനെ ഭൂമുഖത്തെ എല്ലാ ജനതകൾക്കും അനുഗ്രഹമായി തീരുന്ന ഈ ഒരു അവസ്ഥയാണ് ദൈവരാജ്യം നമ്മൾ വിശേഷിപ്പിക്കുക. ആ ദൈവരാജ്യത്തിന് പരിധികളില്ല, അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ തുടങ്ങുന്നത് ചെറുതായും വളരുന്നത് സാവധാനവുമാണ്. നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും. ഇപ്പം ഈ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകുന്നതിന് തുടക്കം അബ്രാഹത്തിലാണ്. അബ്രാഹത്തിനും സന്തതിയിലൂടെയും. നിന്നിലൂടെ, നിന്റെ സന്തതിയിലൂടെ എല്ലാ ജനതകളെയും അനുഗ്രഹിക്കും. ഇതൊരു വലിയ വാഗ്ദാനമാണ്. ഒരുപക്ഷെ പ്രവചനങ്ങളിൽ മിശിഹായെ സംബന്ധിച്ച പ്രവചനങ്ങളിൽ ആദ്യത്തേതെന്ന് വേണേൽ പറയാം. അതിനു മുമ്പ് ഇല്ല എന്നല്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലുണ്ട് പ്രവചനം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവൾ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. അപ്പം മിശിഹായെക്കുറിച്ചുള്ള വരവനെക്കുറിച്ചാണ്. പക്ഷേ ഇവിടെ രാജ്യത്തെക്കുറിച്ചുള്ള പരാമർശം കൂടുതലായിട്ട് കാണും. കാലക്രമത്തിൽ ദൈവം തന്നെയാണ് നിങ്ങളുടെ രാജാവ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ദൈവത്തെ ഇടയനായി കാണും, ദൈവത്തെ രാജാവായി കാണും. ഇപ്പോൾ പുറപ്പാട് സംഭവത്തിലൂടെയൊക്കെ കാണുന്നത് ദൈവം തന്നെ രാജാവായി ഇവരെ നയിക്കുന്നതാണ്. ദൈവം തൻ്റെ ഹിതം നടപ്പിലാക്കുന്നു. തൻ്റെ ഹിതമെന്നത് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണം. എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഇതാണ് മോശ വഴി ഫറവോയോട് ആവശ്യപ്പെടുന്നത്. എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനം, ആ ജനത്തിൽ നടപ്പിലാകുന്ന ദൈവത്തിൻ്റെ ഹിതമാണ്. അവരെയാണ് സീനായി മലയിൽ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഹിതം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പ്രമാണങ്ങളിലൂടെ അവരുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിലൂടെ ഇവർ ദൈവത്തിൻ്റെ ജനമായി മാറി. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഒരു തുടക്കം ഈ സീനായി ഉടമ്പടിയിൽ കാണാം. വാഗ്ദാനം ഉണ്ടായതിലൂടെ തുടക്കമാണ്. ഒരു ചെറിയ സമൂഹം, ഈ സമൂഹം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചായിരിക്കും ജീവിക്കുക. അങ്ങനെ ജീവിച്ചു കൊള്ളാം എന്ന ഒരു ഉടമ്പടി ഉറപ്പുവയ്ക്കുന്നു. നിങ്ങളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം ദൈവം ഉറപ്പ് കൊടുക്കുന്നു. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ തുടക്കം വാസ്തവത്തിൽ ഈ സീനായി ഉടമ്പടിയിൽ കാണാം. പിന്നെ അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവനും ദൈവമാണ് അവരെ നയിക്കുക. ദൈവമാണ് അവരുടെ സൈന്യാധിപനായി രാജ്യം കീഴടക്കാൻ, ശത്രുക്കളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകാൻ, അവർക്ക് ആവശ്യമായതെല്ലാം കൊടുക്കാൻ ദൈവം അവരുടെ കൂടെയുണ്ട്. യോശുവയിലൂടെ, പിന്നെ ന്യായാധിപന്മാരിലൂടെ. പക്ഷേ നയിക്കുന്നതും ഭരിക്കുന്നതും ദൈവമാണ്. അങ്ങനെ ഇസ്രായേൽ ഒരു ദൈവഭരണ രാജ്യമായി, അതൊരു തെയോക്രസിയായി വളരുകയാണ്. അപ്പോൾ സീനായി ഉടമ്പടിയിലൂടെ ദൈവജനമായി മാറിയ ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ തന്നെ ജനമാണ്. അവരുടെ രാജാവ് ദൈവവുമാണ്. ഇങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഈ ഭരണം അത്ര തന്നെ വന്തിയല്ല എന്ന് അവർക്ക് തോന്നുന്നു. കാരണം പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നു. പലപ്പോഴും പരാജയങ്ങളുണ്ടായി. ഉടമ്പടിയുടെ വേടകം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് അവർ സാമുവേലിൻ്റെ അടുക്കൽ, അന്നത്തെ ന്യായാധിപനായ സാമുവേലിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു. സാമുവേൽ 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ വിശദമായി പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു രാജാവ് വേണം, മറ്റു ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും രാജാവിനെ തരണം എന്ന് സാമുവേലിനോട് ആവശ്യപ്പെടുക. സാമുവേലിനത് ഇഷ്ടമായില്ല. നിങ്ങൾ മറ്റു ജനതകളെ പോലെയല്ല, ദൈവമാണ് നിങ്ങൾ രാജാവ്. നിങ്ങൾ ഇപ്രകാരം ഒരു രാജാവിനെ ആവശ്യപ്പെടുക വഴി ദൈവത്തിൻ്റെ രാജ്യത്വം തന്നെ ഞാൻ നിഷേധിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് രാജാവിനെ വേണം. നിനക്ക് സൗകര്യമില്ലെങ്കിൽ ഞങ്ങൾ വേറൊരാളെ കൊണ്ട് രാജാവാക്കും. ഞങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് നിർബന്ധം. ആ നിർബന്ധത്തിന് വഴങ്ങാനായിട്ട് ദൈവം സാവൂലിനോട് തന്നെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവർക്ക് രാജാവുണ്ടായി, സാവൂൾ രാജാവായി. സാവൂൾ പറ്റേ പരാജയപ്പെട്ടു, ദയനീയമായിരുന്നു പരാജയം. അതിനുശേഷം ദാവീദ് വരുന്നു. ദാവീദ് വിജയിച്ചിരുന്നെങ്കിലും ദാവീദിലും ഉണ്ടാകുന്നു അക്രമങ്ങൾ, അഴിമതികളും അനീതികളും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. പക്ഷേ ദാവീദിൻ്റെ കാലത്ത് വീണ്ടും ഈ രാജ്യത്തെക്കുറിച്ച് ചിന്ത വരികയാണ്. ഞാൻ നിനക്കൊരു പുത്രനെ തരും, നിന്റെ പുത്രനിലൂടെ ഈ രാജ്യം എന്നേക്കും സുസ്ഥിരമായിരിക്കും, അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ദാവീദിൻ്റെ പുത്രനിലൂടെ എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം ദൈവം സ്ഥാപിക്കും എന്ന വാഗ്ദാനം സാമുവേൽ 2-ാം പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ നാഥാൻ്റെ പ്രവചനമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവരാജ്യം എന്ന ആശയത്തേക്ക് സാവകാശം കടന്നു വരികയാണ്. ദാവീദിൻ്റെ രാജ്യത്തിന് അപ്പുറത്തൊരു ദൈവരാജ്യം, ദൈവത്തിൻ്റെ തന്നെ ഭരണം വരികയാണ്. പക്ഷേ കാലക്രമത്തിൽ ഇത് ആശയങ്ങൾ വ്യക്തമാകുന്നതിന് പകരം പലപ്പോഴും അവ്യക്തമാവുകയാണ്. ദാവീദിൻ്റെ രാജാവ്, ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദാവീദ് രാജാവിൻ്റെ രീതിയിലുള്ള ഒരു രാജാവായിരിക്കും, അതുപോലുള്ളൊരു ഭൗതികമായ രാജ്യമായിരിക്കും എന്ന ചിന്ത ഇസ്രായേലിൽ നിലവിൽ വന്നു. പ്രവാസകാലം BC 587 എല്ലാം നഷ്ടപ്പെട്ടു. 722 വടക്കൻ രാജ്യത്തെ 10 ഗോത്രങ്ങൾ അപ്രത്യക്ഷമായി.
587 തെക്കൻ ഗോത്രമായ യൂദായും ബെഞ്ചമിനും എല്ലാം നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടവർ പുറത്തായി. വീണ്ടും ഈ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത കടന്നു വന്നിരുന്നു. ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തയിൽ കൂടുതൽ വരുന്നത് ദൈവം രാജാവാകുന്നു എന്നുള്ളതാണ്. ഏശയ്യായുടെ പുസ്തകം 52-ാമത്തെ അധ്യായം, 2-ാം ഏശയ്യ എന്ന് പറയുന്ന പുസ്തകമാണ്. ഏശയ്യായുടെ പുസ്തകം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളെ 2-ാം ഏശയ്യ എന്നാണ്. പ്രവാസികളോട്, ബാബിലോൺ പ്രവാസികളോട് പറയുന്നതാണ് ഏശയ്യ. അവിടെ ഏശയ്യയുടെ പുസ്തകം 52-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയും, സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. നിന്റെ ദൈവം ഭരിക്കുന്നു, മലആഹ് യാഹ്വേ, യുവർ ഗാഡ് ഹാസ് ബിക്കം കിങ്. നിന്റെ ദൈവം രാജാവായിരിക്കുന്നു, നിന്റെ ദൈവം ഭരിക്കുന്നു. ഇതാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അപ്പോൾ ദൈവം രാജാവായി ഭരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഈ ഒരു സാഹചര്യമാണ് പ്രധാനമായിട്ട്. അപ്പോൾ ദൈവം പ്രത്യേക ഒരു രാജ്യത്തെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ തന്നെ ഭരണം ഇവിടെ നടപ്പിലാകുന്നതിനെക്കുറിച്ചാണ് ദൈവരാജ്യം എന്നുള്ള ആശയത്തിലൂടെ പ്രവാചകന്മാരിലൂടെയും പറയുന്നത്. പക്ഷേ ജനങ്ങൾക്കത് മനസ്സിലാകാൻ സാധിച്ചില്ല. അവരുടെ ചിന്ത എപ്പോഴും ദൈവം ഇസ്രായേലിനൊരു രാജ്യം നൽകുമെന്നാണ്. യേശുവിൻ്റെ കാലത്തും ഇപ്രകാരമാണ് ചിന്തയുണ്ടായിരുന്നത്. മിശിഹ വരും, ദാവീദിൻ്റെ ഗോത്രത്തിനും രക്ഷകൻ വരും, മിശിഹയായിരിക്കും അവൻ ഇസ്രായേലിന് വീണ്ടും രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കും, അഥവാ ദാവീദിൻ്റെ സിംഹാസനം പുനഃസ്ഥാപിക്കും. ഇങ്ങനെ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ദൈവം രാജാവാവുക എന്നതിനേക്കാൾ കൂടുതൽ രാജാവിലൂടെ ദൈവം ഭരണം നടത്തുന്നു, അഥവാ ഇസ്രായേൽക്കാർ ഒരു രാജ്യമായി, ദൈവത്തിൻ്റെ രാജ്യമായി ഇവിടെ തുടരും എന്ന പ്രതീക്ഷയാണ് അധിക പങ്കും പുതിയ നിയമകാലത്ത് നിലവിലിരുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എന്തോ ഒരു വലിയ രാജ്യം എന്ന ചിന്ത യഹൂദരുടെ ഇടയിൽ ധാരാളം പ്രചാരത്തിലുണ്ടായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പുതിയ നിയമത്തിലും ഇങ്ങനെ തന്നെ കടന്നു വന്നതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണത്തിന് മംഗലവാർത്തയിൽ ദൂതൻ മറിയത്തോട് പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം കർത്താവ് അവന് കൊടുക്കും. അപ്പോൾ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം കർത്താവ് കൊടുക്കും, മിശിഹായായിരിക്കും അവൻ. അപ്പോൾ അവൻ ഇങ്ങനെ നടത്താൻ പോകുന്ന ഒരു രാജ്യത്തെക്കുറിച്ചൊക്കെയുള്ള സൂചനയാണ് എന്ന് തോന്നാം ഇവിടെ. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. ഇസ്രായേൽക്കാരുടെ പ്രതീക്ഷയുടെ പൂർത്തീകരണമായിട്ടാണ് ദൂതൻ ഈ സംഭവം അവതരിപ്പിക്കുന്നത്. അവൻ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇതും അന്നത്തെ പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ മറിയത്തിലൂടെ ജനിക്കാൻ പോകുന്ന ശിശു ദാവീദിൻ്റെ പുത്രനായിരിക്കും, ദാവീദിൻ്റെ സിംഹാസനം അവൻ നൽകപ്പെടും, അവൻ എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കും, അത് ഇസ്രായേലിൻ്റെ തന്നെ രാജ്യമായിരിക്കും, ദാവീദിൻ്റെ രാജ്യമായിരിക്കും എന്ന ഒരു വ്യാഖ്യാനത്തിന് ഇവിടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീണ്ടും അതിൻ്റെ വിശദീകരണമായിട്ട് വീണ്ടും വരും. എങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ പുരുഷന് ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന മറിയത്തിൻ്റെ ചോദ്യത്തിന് ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ എന്ന് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവപുത്രനായി വരുന്നവൻ സ്ഥാപിക്കുന്ന രാജ്യം എന്തായിരിക്കും? ഇവിടെ നിന്ന് മാത്രം അത് വ്യക്തമാവുകയില്ല. എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം ദാവീദിൻ്റെ സിംഹാസനമാണ്, യാക്കോവിൻ്റെ ഭവനമാണ്. അപ്പോൾ ഈ ഒരു ചിന്ത ശിഷ്യന്മാരുടെ ഇടയിൽ നിലവിലിരുന്നു. യേശു കടന്നു വരുമ്പോൾ യേശുവിൻ്റെ അത്ഭുതങ്ങളും പ്രവർത്തനങ്ങളും യേശുവിൻ്റെ പ്രബോധനങ്ങളും ഒക്കെ കേട്ട ശിഷ്യന്മാരും വിചാരിച്ചു ഇവൻ ദാവീദിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കാൻ വന്നിരിക്കുന്നതാണ്. യേശു മരുഭൂമിയിൽ വെച്ച് അപ്പം വർദ്ധിപ്പിച്ച ഒരു സംഭവം 4 സുവിശേഷന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാ സുവിശേഷന്മാരും രേഖപ്പെടുത്തിയ ഏക അത്ഭുതം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം കണ്ടപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പ്രകാരം പറയുന്നുണ്ട്. യോഹന്നാൻ 6:14-15. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിൻമാറി. ഒരു ഭൗതികമായ രാജ്യം, ഭൗതികമായ രാജാവ്, ഇതായിരുന്നു അവരുടെ പ്രതീക്ഷ. അപ്പോൾ യേശുവിനെ രാജാവായി വാഴിക്കാനായിട്ട് ജനങ്ങൾ തീരുമാനിക്കാൻ കാരണം ഇവനാണ് വരാനിരിക്കുന്നവൻ. അപ്പോൾ ദാവീദിൻ്റെ പുത്രനായി ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്ന രാജാവാണ് ഇവൻ എന്ന ചിന്ത ജനങ്ങളുടെ ഇടയിലുണ്ടായി. യേശു അത് സ്വീകരിക്കാൻ സന്നദ്ധനാകുന്നില്ല, അതുകൊണ്ടാണ് പിൻവാങ്ങുന്നത്. തുടർന്ന് കാണും, കുറച്ചുകൂടി കഴിയുമ്പോൾ യേശുവിൻ്റെ തന്നെ 2 അപ്പോസ്തലന്മാർ യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ അഭ്യർത്ഥനയുമായിട്ട് വരികയാണ്.
അത് അവർ തന്നെ പറഞ്ഞ് ശരിയായില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അവരുടെ അമ്മയാണ് വരിക. വന്നത് അമ്മയോ ആവട്ടെ മക്കളാവട്ടെ, ഏതായാലും ചോദ്യം ഒന്ന് തന്നെയാണ്, ആവശ്യം എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരേണ്ടതെന്ന് യേശു ചോദിക്കും. അവർ പറയും, നീ നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ ഒരുവൻ വലത്തും മറ്റവൻ ഇടത്തും ഇരിക്കാൻ നീ അനുവദിക്കണം. അത് സ്വർഗരാജ്യത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചാണെന്ന് ഇവിടെ തോന്നുന്നില്ല. അപ്പോൾ യേശു താമസിയാതെ ഒരു രാജ്യം സ്ഥാപിക്കും, അത് ദാവീദിൻ്റെ സിംഹാസനം പുനഃസ്ഥാപിക്കും, അതൊരു പുതിയ രാജ്യമായിരിക്കും. ആ രാജ്യത്തിൽ രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത തൻ്റെ തസ്തികകൾ തങ്ങൾക്ക് കിട്ടണം. ഇതാണ് ശിഷ്യന്മാരുടെ ആവശ്യം. അപ്പോൾ ശിഷ്യന്മാരും ഇപ്രകാരം പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. യെശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവരെല്ലാം വിചാരിക്കുന്നു ഇവനാണ് വരാനിരിക്കുന്ന രക്ഷകൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ ആ ഒരു പ്രത്യേക യേശുവിൻ്റെ ജെറൂസലം നഗരപ്രവേശ സമയത്ത് അത് യേശു തന്നെയാണ് കഴുതപ്പുറത്ത് വരുന്നത്. യേശുവാണ് കഴുതയെ കണ്ടെത്തുക. ശിഷ്യന്മാരെ പറഞ്ഞ് അയച്ച് കഴുതയെ കൊണ്ടുവരുന്നത്. ശിഷ്യന്മാർ അവൻ്റെ കഴുതയുടെ പുറത്ത് ഉടുപ്പ് വിരിക്കുന്നു, വസ്ത്രം വിരിക്കുന്നു, വഴിയിൽ വസ്ത്രങ്ങൾ വിരിക്കുന്നു, ഈന്തപ്പന വൃക്ഷത്തിൽ നിന്ന് ശിഖരങ്ങൾ പനയോല വഴിയിൽ നിരത്തുന്നു. അവരെല്ലാം വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ദാവീദിൻ്റെ പുത്രന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ദാവീദിൻ്റെ പുത്രൻ, വരുന്ന രാജാവ് അനുഗ്രഹീതൻ. അപ്പോൾ ദാവീദിൻ്റെ പുത്രൻ രാജാവായി ഇങ്ങോട്ട് വന്നിരിക്കുന്നു, ദാവീദിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടാൻ പോകുന്നു എന്ന ഒരു ചിന്ത ഈ ശിഷ്യന്മാരെല്ലാം അല്ലെങ്കിൽ ഈ ആളുടെ എല്ലാം ഇടയിലുണ്ട്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കുകയാണ്. ഒരു ഭൗതികമായ രാജ്യമായിരിക്കും, സാമ്രാജ്യമായിരിക്കും. റോമൻ ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി പുതുതായൊരു രാജ്യം, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തുന്ന ഒരു പുതിയ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടും എന്നൊരു ചിന്തയാണ് കടന്നു വരിക. അപ്പോൾ ദൈവരാജ്യം എന്ന ആശയം ഇവിടെ വ്യക്തമാകുന്നില്ല അവർക്ക്. ദൈവം നൽകുന്ന രാജ്യമാണ് അത്, ഒരു ഭൗതികമായ രാജ്യം, എല്ലാ അധികാരങ്ങളുമുള്ള, ലോകം മുഴുവനും വ്യാപിക്കുന്ന ഒരു രാജ്യം. ഈ ആശയം തന്നെയാണ് യേശുവിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടാവുക. നമുക്കറിയാം യേശുവിനെ വധിക്കുന്നതിൻ്റെ പ്രധാന കാരണം പീലാത്തോസിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യുമ്പോൾ നീ യഹൂദ രാജാവാണോ എന്ന് ചോദിക്കും. രാജാവാണെന്ന് തന്നെ പറയുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല, ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ പടയാളികൾ എനിക്കെതിരെ ഇതുമായിരുന്നു. അപ്പോൾ രാജാവ് ആണ് എന്ന് പറയുകയും അതേസമയം ഐഹികമല്ലാത്ത രാജ്യത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത് പീലാത്തോസിന് മനസ്സിലാവുകയില്ല. രാജാവാണെങ്കിൽ ഈ ഭൂമിയിൽ രാജാവാണ്. ഇവിടെ ഒരാൾ രാജാവായി സ്വയം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിനെതിരെ കലാപം ഉയർത്തുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണല്ലോ യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിൽ കുറ്റപത്രമായി പീലാത്തോസ് എഴുതി വെച്ചത്, നസ്രായനായ യേശു, യഹൂദരുടെ രാജാവ്, ജീസസ് ഓഫ് നാസറത്ത്, കിങ് ഓഫ് ദ ജ്യൂസ്. അപ്പോൾ ഇവന് രാജാവായി സ്വയം അവകാശപ്പെട്ടു എന്നൊരു പേരിലാണ് ഇവൻ്റെ കൊണ്ടുവന്ന കുറ്റപത്രം. അതാണ്, അതുകൊണ്ടാണ് അവനെ കുരിശി തറച്ചു കൊല്ലുന്നത് കലാപകാരികൾക്കെതിരെ ഉള്ള ഒരു ശിക്ഷാ നടപടിയായിരുന്നു. ഒളിച്ചോടുന്ന അടിമകളെയും സാമ്രാജ്യത്തിനെതിരെ കലാപമുയർത്തുന്നവരെയുമാണ് പൊതുവേ റോമക്കാർ കുരിശി തറച്ചു കൊന്നിരുന്നത്. അപ്പോൾ റോമാ സാമ്രാജ്യത്തിനെതിരെ കലാപമുയർത്തുന്ന ഒരു കലാപകാരി അവൻ സ്വയം രാജാവായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ ആരോപണമാണ് യേശുവിനെതിരെ കൊണ്ടുവരിക. ഇപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിശദീകരണം ആവശ്യമായി വരുന്നു. എന്താണ് ഈ രാജ്യം? യേശുവിൻ്റെ മരണത്തിന് ശേഷം ഇത് വ്യക്തമായിരുന്നില്ല. നമുക്കറിയാം യേശുവിൻ്റെ മരണത്തിന് ശേഷം എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർ അവനെ മനസ്സിലാക്കിയില്ല. തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവർക്ക് ബുദ്ധി മന്ദീഭവിച്ചു പോയി എന്നൊക്കെ യേശു പറയുക. അപ്പോൾ അവർ പറയും, യേശു ചോദിക്കും, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നീ ഇവിടുത്തെ ഈ ദിവസങ്ങളൊക്കെ സംഭവിച്ച കാര്യങ്ങൾ അറിയാത്ത ഒരു വിജാതീയനാണോ, വിദേശീയനാണോ നീ? എന്തു കാര്യങ്ങൾ? നസ്രായൻ യേശുവിനെ കുറിച്ച് തന്നെ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ, ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നവൻ ഇവനായിരുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നവൻ ഇവനാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ ദിവസം 3 ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നവനാണ് യേശു എന്ന വിശ്വാസം, എന്ന പ്രതീക്ഷ, എന്ന ചിന്ത യേശുവിൻ്റെ ശിഷ്യന്മാരും വെച്ച് പുലർത്തുന്നു. മരണം കഴിഞ്ഞിട്ടും അവസാനം അപ്പസ്തോല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 6-7 വാക്യം കാണും. കർത്താവ് ഇപ്പോഴാണോ അങ്ങ് ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത്? ഇപ്പോഴാണോ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുക? മരണവും കഴിഞ്ഞിട്ടും ഉത്ഥാനം കഴിഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. യേശു പറയും ദൈവരാജ്യം മറ്റൊന്നാണ് എന്ന്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല, ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നു. അപ്പോൾ യേശു പഠിപ്പിക്കുന്നത്, പ്രബോധനം നൽകുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ദൈവരാജ്യം എങ്ങനെയാണ് തുടങ്ങുന്നത്, എന്താണ് അതിൻ്റെ സ്വഭാവം, അത് ഉയർത്തുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ ലക്ഷ്യം, അതിൽ പ്രവേശിക്കാൻ ഞാൻ എന്തു ചെയ്യണം, ദൈവരാജ്യം സ്വന്തമാക്കാൻ എന്തു ചെയ്യണം, ഇതെല്ലാം യേശു മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. എന്നാലും എന്തുകൊണ്ട്
ശിഷ്യന്മാർക്കെല്ലാം രഹസ്യമായി വെളിപ്പെടുത്തി കൊടുക്കുന്നു, വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഉപമകൾ വിശദീകരിക്കാനുള്ളതാണോ, വെളിപ്പെടുത്താനുള്ളതാണോ, അതോ മറച്ചു വയ്ക്കാനുള്ളതാണോ? ഉപമകളിലൂടെയല്ല ജനങ്ങളോട് പറയുന്നു, ആ ഉപമകൾ തന്നെ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഉപമ കേട്ടതുകൊണ്ട് മാത്രം അർത്ഥം ഗ്രഹിക്കണമെന്നില്ല, തെറ്റിദ്ധരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് എന്താണ് യേശു ഉപമകളിലൂടെ പറയുന്നത്, വെളിപ്പെടുത്തുന്നത്, അത് അല്പം കൂടി ആഴത്തിൽ നമ്മൾ പഠിക്കണം. ദൈവരാജ്യത്തിൻ്റെ ഉദയമാണ് ഈ ഉപമകളിലൂടെ പ്രത്യക്ഷമാകുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ യേശു തന്നെ അത് വെളിപ്പെടുത്തി തരണം. അപ്പോൾ നമ്മൾ ഈ ഉപമകളുടെ അർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പഠന പരമ്പരയിലൂടെ നടത്തുക. നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉപമകൾ കുറച്ചുകൂടി വിശദമായി ഓരോ ഉപമകളും എടുത്ത് അപഗ്രഥിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഉപമകൾ, ദൈവരാജ്യത്തെക്കുറിച്ചാണ് പൊതുവായിട്ട് ഇന്ന് നമ്മൾ കണ്ടത്. അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കണ്ടു, പഴയ നിയമത്തിലെ അതിൻ്റെ വളർച്ച കണ്ടു, തെറ്റിദ്ധാരണകൾ കണ്ടു, പുതിയ നിയമത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുണ്ടായിരുന്ന യഹൂദരുടെയും യേശുശിഷ്യന്മാരുടെയും കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു എന്ന് കണ്ടു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒന്നാണ് വാസ്തവത്തിൽ യേശു കൊണ്ടുവരുന്ന, ഉദ്ഘാടനം ചെയ്യുന്ന, പ്രഘോഷിക്കുന്ന ദൈവരാജ്യം. അതിൻ്റെ രഹസ്യങ്ങൾ യേശു വെളിപ്പെടുത്തി തരുന്നത് ഉപമകളിലൂടെയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ധ്യാനം അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഭരണം ഈ ഭൂമിയിൽ ഒരു യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ലോകത്തെ എല്ലാ ജനതകളെയും അങ്ങയുടെ മക്കളായി സ്വീകരിച്ച് അങ്ങയുടെ ഭരണത്തിന് കീഴിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന, നീതിയും ശാന്തിയും അനുഭവിക്കുന്ന ഒരു സമൂഹമായി വളരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ ഭരണം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണല്ലോ അവിടുത്തെ പുത്രനെ അയച്ചതും ആ പുത്രൻ്റെ മരണത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതും, നമുക്ക് രക്ഷ നൽകി അങ്ങയുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി നൽകിയതും. ആ രാജ്യത്തിൻ്റെ വിവിധ വശങ്ങൾ, ആ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനായി അവിടെ നിങ്ങളുടെ ബുദ്ധിയെ തുറന്നു തരണമേ. യേശുനാഥ, ഉപമകളിലൂടെ അവിടുന്ന് പറയുകയും ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്ത ആ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അവിടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അതിനായി ആത്മാവിൻ്റെ പ്രകാശം ഞങ്ങൾ ചൊരിയണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.